ഓം ശാന്തി. മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ഞാൻ എൻ്റെ പുരുഷോത്തമ ബ്രാഹ്മണ സ്വരൂപത്തെ കാണുന്നു. ഞാൻ ഓൾമൈറ്റി ശിവബാബയുടെ ഡയറക്റ്റ് രചന സംഗമവാസി പവിത്ര ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ മഹാൻ ഭാഗ്യശാലി ആത്മാവാണ്. പരമാത്മജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരമാത്മപാലനയുടെയും ഭാഗ്യം ഞാൻ അനുഭൂതി ചെയ്യുന്നു. ഞാൻ സർവപ്രാപ്തി സമ്പന്ന ആത്മാവാണ്. ഞാനിപ്പോൾ സെക്കൻഡിനുള്ളിൽ ഫരിഷ്താരൂപം ധാരണ ചെയ്ത് പറന്നുകൊണ്ട് അവ്യക്തവദനത്തിലെത്തുന്നു. എൻ്റെ ഫരിഷ്താരൂപി ദിവ്യ സ്വരൂപത്തെ ഞാൻ അനുഭവം ചെയ്യുന്നു. ഫരിഷ്തകളുടെ ലോകമായ സൂക്ഷ്മവദനത്തിൽ പ്രകാശ ശരീരത്തിലിരിക്കുന്ന ഞാൻ ഒരു ചൈതന്യ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാകുന്നു. എൻ്റെ മുന്നിൽ ഫരിഷ്തകളുടെ രാജ ബ്രഹ്മബാബയുടെ അനന്ത കിരണങ്ങൾ ഞാൻ ഫരിഷ്തയുടെ മേലെ പതിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മബാബയിൽ നിന്നും സർവശക്തികളാലും നിറഞ്ഞ് എൻ്റെ പ്രകാശ ശരീരം സൂക്ഷ്മവദനമൊഴിവാക്കി ഒരു ബിന്ദുവായി പരമധാമത്തിലേക്ക് പറന്നുയരുന്നു. എൻ്റെ അനാദി ജ്യോതിബിന്ദു സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. അഖണ്ഡ ജ്യോതിർമയ ബ്രഹ്മതത്വത്തിൽ ഒരു വെളുത്ത നക്ഷത്രമായി ഞാൻ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ജ്യോതിബിന്ദുവാണ്. അതിസുന്ദര സമ്പൂർണ്ണ പവിത്ര സമ്പൂർണ്ണ നിരാകാരി പൂർണ്ണതയ മുക്ത അവസ്ഥ. മുന്നിൽ സുപ്രീം ബിന്ദു ശിവബാബ. ബുദ്ധിരൂപി നേത്രം തേജോമയ ശിവബാബയിൽ തീർത്തും സ്ഥിരമായിരിക്കുന്നു. എവർ പ്യുവർ ബാബയുടെ കൂടെ ഞാൻ ആത്മാവും സമ്പൂർണ്ണ പവിത്ര അവസ്ഥയിൽ സ്ഥിരമാകുന്നു. ഇപ്പോൾ
ഈ സമ്പൂർണ്ണ പവിത്ര അവസ്ഥയിൽ ഞാൻ എൻ്റെ രാജ്യം സ്വർഗത്തിലെത്തുന്നു. എൻ്റെ ദേവതാ സ്വരൂപത്തെ കാണുന്നു. സർവഗുണസമ്പന്ന സമ്പൂർണ്ണ നിർവികാരി മര്യാദ പുരുഷോത്തമൻ ഞാൻ വിശ്വരാജ്യ അധികാരിയാത്മാ, ഡബിൾ താജധാര്യാത്മാ, അളവറ്റ ധനസമ്പത്തിന്റെ അധികാരി, പ്രകൃതിയുടെ അധികാരി, 21 ജന്മങ്ങളിലേക്കും സമ്പൂർണ്ണ സുഖശാന്തിയുടെ അധികാരി. ഇപ്പോൾ മധ്യകാലത്തേക്ക് വരുന്നു. അമ്പലങ്ങളിൽ എൻ്റെ റോയൽ ദിവ്യ സ്വരൂപത്തെ കാണുന്നു. ഭക്താത്മാക്കൾ എൻ്റെ പൂജ്യ സ്വരൂപത്തിൻ്റെ വിധിപൂർവം അർച്ചന ചെയ്യുന്നു. ഞാൻ ഇഷ്ടദേവ് ഭക്തരുടെ മനോകാമനകൾ പൂർണ്ണമാക്കുന്നു. വീണ്ടും ഞാൻ പുരുഷോത്തമ സംഗമയുഗത്തിലെത്തുന്നു. എൻ്റെ സർവശ്രേഷ്ഠ ബ്രാഹ്മണ സ്വരൂപത്തിൽ സ്ഥിതമാക്കുന്നു. ഇതാണ് എൻ്റെ 5 സ്വരൂപം. ഇന്ന് ബാപ്ദാദ എല്ലാ കുട്ടികളുടെയും 5 സ്വരൂപം കാണുന്നു. ആദ്യത്തേത് അനാദി ജ്യോതി ബിന്ദു സ്വരൂപം, രണ്ടാമത്തേത് ആദി ദേവതാ സ്വരൂപം, മൂന്നാമത്തേത് മധ്യത്തിലെ പൂജ്യ സ്വരൂപം, നാലാമത്തേത് സംഗമയുഗി ബ്രാഹ്മണ സ്വരൂപം, അവസാനത്തേത് മാലാഖ സ്വരൂപം. എപ്പോൾ വേണമോ ഏതു സ്വരൂപത്തിൽ വേണമോ അത് അനുഭവം ചെയ്യുന്നതാണ് മനസ്സിൻ്റെ ആത്മീയ വ്യായാമം. 5 സെക്കൻഡ് മനസ്സിൻ്റെ വ്യായാമം ചെയ്താൽ മനസ്സ് സദാ ആരോഗ്യശാലിയാകുന്നു, ഭാരരഹിതമാകുന്നു. ബ്രാഹ്മണൻ എന്ന വാക്ക് ഓർമ്മ വരുമ്പോൾ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു. മാലാഖ എന്ന വാക്ക് പറയുമ്പോൾ മാലാഖയായി മാറുന്നു. എവിടെയായാലും 5 സെക്കൻഡ് മനസ്സിനെ നടത്തിക്കുന്നു, ചുറ്റിക്കറക്കുന്നു. മാസ്റ്റർ സർവശക്തിവാനായി ഞാൻ മനസ്സിൻ്റെ എക്സർസൈസ് ചെയ്യുന്നു. മനസ്സിൻ്റെ അധികാരിയാണ് ബാപ്ദാദ. സദാ കുട്ടികളെ സമ്പന്ന രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനം എല്ലാവരുടെ കയ്യിലുമുണ്ട്, ശക്തികളും എല്ലാവരുടെ കയ്യിലുണ്ട്. ഏത് ശക്തി ഏത് സമയം കാര്യത്തിൽ ഉപയോഗിക്കണമോ ആ സമയം പ്രത്യക്ഷമാകുന്നതിനു പകരം കുറച്ചു വൈകി പ്രത്യക്ഷമാകുന്നു. ആ തെറ്റ് രണ്ടാമതും ഉണ്ടാകാതിരിക്കാൻ അവനവനോട് നല്ല രീതിയിൽ ബോധവൽക്കരണം ചെയ്യണം. മായ അപ്പോൾ രൂപം മാറി വരുന്നു. അതിനു വേണ്ടി
ഞാൻ തിരിച്ചറിയാനുള്ള ശക്തി ധാരണ ചെയ്യുന്നു. ഇതിനായി ബാബ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നു. ഒന്നാമത് സത്യത, സത്യമായ ഹൃദയം. ഞാൻ സത്യമായ ഹൃദയത്തോടെ തിരിച്ചറിവോടെ ബാപ്പ് ദാദയുടെ മുന്നിൽ വയ്ക്കുന്നു. അപ്പോൾ ഹൃദയം കാലിയാകുന്നു, അഴുക്കില്ലാതാകുന്നു, പ്രശ്നങ്ങൾ ചെറുതാകുന്നു. സത്യമായ ഹൃദയത്തിൽ പ്രഭു സംപ്രീതനാണ്. എന്താണോ എങ്ങനെയാണോ ബാപ്പ് ദാദ എന്റേതാണ്. ബാപ്പ് ദാദ പറയുന്നു, സദാ ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആക്കണം. ബാപ്പ് ദാദ ഏത് ശക്തി നൽകാൻ ആഗ്രഹിക്കുന്നുവോ, ആശീർവാദം നൽകാൻ ആഗ്രഹിക്കുന്നുവോ, അധിക സഹായം നൽകാൻ ആഗ്രഹിക്കുന്നുവോ, തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ലഭിക്കില്ല, പ്രാപ്തി ഉണ്ടാവില്ല. ബാബ എന്ന് വിളിച്ചാൽ ഹാജരാകുന്നു. ബാപ്പ് ദാദ ദാതാവുമാണ്, സാഗരനുമാണ്. സത്യമായ ഹൃദയമുണ്ടാകണം. ശുദ്ധമായ ഹൃദയമാകണം. ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആക്കണം. ഞാൻ സരള സ്വഭാവം ധാരണ ചെയ്യുന്നു. സർവരുടെയും സ്നേഹി, സർവകാര്യങ്ങളിലും സംബന്ധത്തിലും സഫലം, മനസാ വിജയി, വാക്കിൽ മധുരത. ഇതെല്ലാം സരള സ്വഭാവത്തിലൂടെ ഉണ്ടാകുന്നു. എങ്ങനെയാണോ സമയം, വ്യക്തി എങ്ങനെയാണോ സാഹചര്യം, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം സരളമാക്കി മാറ്റുന്നു. സ്വയം വഴങ്ങാൻ കഴിയുന്നു, ഇണങ്ങാൻ കഴിയുന്നു. എങ്ങനെയാണോ സമയം, അങ്ങനെ തൻ്റെ സ്വരൂപമുണ്ടാക്കാൻ കഴിയുന്നു. സ്നേഹി കുട്ടികൾ ഒരിക്കലും ബാബയിൽ നിന്നും വേറിടുന്നില്ല. ബാബ കുട്ടികളിൽ നിന്നും വേറിടുകയില്ല. ഒപ്പമുണ്ട്, ഒപ്പം തന്നെ കഴിയും. ഞാൻ ബാബയുടെ കണ്ണുകളിൽ, ഹൃദയത്തിൽ, മസ്തകത്തിൽ സമീപമായി കഴിയുന്നു. സദാ ഒരു ബാബയുടെ ലോകത്തിൽ കഴിയുന്നു. ഞാൻ സദാ വിജയിയായിരുന്നു, വിജയിയാണ്, ഇനി വിജയിയാകും. ഞാൻ ബാബ നൽകിയ വരദാനത്തെ എൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ ഇമർജ് ചെയ്യുന്നു. ഓരോ സെക്കൻഡിൻ്റെയും ഓരോ സങ്കല്പത്തിൻ്റെയും മഹത്വം അറിഞ്ഞ് സമ്പാദ്യത്തിൻ്റെ ശേഖരണം നിറക്കുന്ന സമർത്ഥ ആത്മാവായി ഭവിക്കൂ. സംഗമയുഗത്തിൽ അവിനാശി ബാബയിലൂടെ അവിനാശി പ്രാപ്തിയുണ്ടാകുന്നു. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇതെന്റെ സ്ലോഗനാണ്. സമയം, സങ്കല്പം, കർമ്മം ഒരിക്കലും വ്യർത്ഥമാക്കരുത്. ആത്മാവ് സമർത്ഥമായി മാറുന്നു. ഓരോ വാക്കും ഓരോ കർമ്മത്തിൻ്റെയും അലൗകികത തന്നെയാണ് പവിത്രത. സാധാരണതയെ
അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. ഓം ശാന്തി.